ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു മുന്നൂസ് ചാനൽ. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി മക്കളെ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു വരുത്. നമ്മളെ വീഡിയോയിലേക്ക് കടക്കല്ലേ. ഇങ്ങനത്തെ ഫുഡൊക്കെ നിങ്ങൾ നാട്ടിലൊക്കെ ഉണ്ടാക്കലുണ്ടോ? നമ്മളെ കോഴിക്കോട് ജില്ലക്കാരൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. മലപ്പുറത്തുകാരൊക്കെ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കൽ. നമ്മളെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനവുമാണ്. ഇന്ന് ബീഫ് കറിയും മഞ്ഞച്ചോറുമാണ് കേട്ടോ. ബിരിഞ്ചി എന്നും പറയും. ബീഫ് കറിയും മഞ്ഞച്ചോറും. ഈ ബീഫ് കറിയിൽ നമ്മൾ ചേനയും കായും കൂർക്കലും പൂളയും എല്ലാം ഇട്ട് വെക്കലുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ നമ്മൾ കൂർക്കലൊന്നും ഇട്ടില്ല. അല്ലാണ്ട് കുറച്ച് പച്ചക്കറികളൊക്കെ ഇട്ടിക്കുന്നത്, കുമ്പളം ഇട്ടിക്കുന്നത്, പിന്നെ ഉരുളക്കിഴങ്ങ്, കറിക്കായ ഉണ്ടല്ലോ, അതെല്ലാം കൂടിയൊക്കെ ഇട്ട് കേട്ടോ. ഇറച്ചിക്കറി ഉണ്ടാക്കുന്നത്, ഇറച്ചിയൊക്കെ ഇതാക്കുന്നത്, കട്ട് ചെയ്തെങ്ങാനും കേക്ക് കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇനി പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഒരുങ്ങിക്കുന്നു കേട്ടോ. ഒക്കെ കട്ട് ചെയ്തെങ്ങാനും അതോട് കാണിച്ചു തരാം. നമ്മൾ ഈ മഞ്ഞച്ചോറ് വെക്കുന്നത് നെയ്ച്ചോറ് വെക്കുമ്പോൾ തന്നെ കേട്ടോ. അതിലേക്ക് വേണ്ടിയുള്ള വലിയുള്ളി ഇതാക്കുന്ന ഏലക്കായും പട്ടയും പൂവും ഉണ്ട്, കറിവേപ്പിലുണ്ട്. ഇനി നമുക്ക് വലിയ ജീരകവും വേണം, പിന്നെ ക്യാരറ്റും വേണം കേട്ടോ. അതിന് വലിയ ജീരകം അതാ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിന് ക്യാരറ്റ് നമ്മൾ കട്ട് ചെയ്തിടണം. പിന്നെ കുറച്ച് തക്കാളിയും ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് ഞാൻ ബീഫ് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ എന്നിട്ടേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ചോറ് വെക്കാനുള്ള മഞ്ഞൾ വെള്ളം അടുപ്പത്താക്കി. നമ്മൾ നെയ്ച്ചോറ് വെക്കുമ്പോൾ തന്നെയുള്ള വെള്ളവും, ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം, പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് കിട്ടും. അത്ര വ്യത്യാസമേ ഉള്ളൂ. ഈറ്റാക്കായാണ് കേട്ടോ കറിയിലേക്ക് വേണ്ടിയത്. ഇവിടെ കിട്ടുക ഈറ്റാക്കായാണ്. നാട്ടിലാണ് നല്ല നാടൻ കായ ഇട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. തൽക്കാലം നമ്മൾ ഈറ്റാക്കായ എടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാണ് ഇവിടുന്ന്. നമ്മൾ അരിയിലേക്കുള്ള വെള്ളം അത് വെട്ടി തിളക്കുന്നിട്ടോ. അരിയൊക്കെ കഴുകി വെച്ചിരിക്കുന്നത് അത് അരി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു പാട്ട് അരിക്ക് 2 പാത്രം വെള്ളമാണ് പാരുന്നതെന്ന്. ഇത് സാധാരണ ഞങ്ങൾ വെള്ളച്ചോറ് വെക്കുന്ന അരി കേട്ടോ. ഇനി പൊന്നിയരി കൊണ്ട് വേണമെങ്കിലും വെക്കുക, അല്ലെങ്കിൽ കുറുവരി കൊണ്ടും വെക്കുക. ഇത് പിന്നെ ഞങ്ങൾ സാധാരണ ചോറ് വെക്കുന്ന അരി തന്നെയാണ്. ഇതിന് ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം പറഞ്ഞാൽ മതി. വേഗം വേഗം അരിയുക. എന്നെക്കൊണ്ടോ 2 പാത്രം വെള്ളം പറഞ്ഞത്. എന്നെക്കൊണ്ട് വേവ് പാകമായി കിട്ടുകയും ചെയ്യും. ചോറ് പിറവിങ്ങനെ നിൽക്കുകയും ചെയ്യും, ഒട്ടി പോവാണ്ട്. ഞങ്ങളിത് കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിക്കാൻ അതിലേക്ക് ജീരകവും പൊട്ടിച്ച് ഏലക്കായും പട്ടയും പൂവും വല്യുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ വലിയ ജീരകവും ഇട്ട് കൊടുത്തു. അതിന് ശേഷം വെള്ളം ഒഴിച്ചതാണ്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിക്കുന്നത്. അത് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ക്യാരറ്റ് തന്നെ ഇട്ടിക്കുന്നത്, പിന്നെ അരിയും ഇട്ട് കൊടുത്തിക്കുന്നത്. അതെല്ലാം കൂട്ടി നല്ലോണം വെട്ടി തളിച്ചിട്ട് നല്ലോണം അടുക്കി മൂടി വെക്കുക. കുറഞ്ഞ ടൈമിൽ വെള്ളം വറ്റി വരുന്ന വരെ നല്ലോണം തീയും കത്തിക്കുക കേട്ടോ. എന്നിട്ട് വെള്ളം വറ്റിയിട്ട് തീയൊന്ന് കുറച്ച് വെച്ച് ഇങ്ങനെ ഒരു കനം എടുത്ത് വെച്ചാൽ മതി. എന്നാൽ പിന്നെ മഞ്ഞച്ചോറ് റെഡി. പിന്നെ നമ്മൾ കറി വെക്കാനുള്ളതിലേക്ക് ഉരുളക്കിഴങ്ങ് കായ് ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടോ. ഈ ഉരുളക്കിഴങ്ങിന് ഒരു പ്രത്യേക കളറുണ്ട് കേട്ടോ. വാടിപ്പോയതൊന്നല്ല, എന്തോ ചുവന്ന കളറുണ്ട്. എന്താണെന്ന് അറിയില്ല. ഒരു ചാക്കൊന്നായിട്ട് വാങ്ങിയതായിരുന്നു. ഇങ്ങനെ നമ്മൾ ചോറ് സെറ്റാക്കി കേട്ടോ. ഒന്നുകൂടി അടുക്കി മൂടി വെക്കാണ്ട് പിന്നെ വേവ് നോക്കിയതാട്ടോ. തുറന്നു നോക്കി ഞാൻ ഒന്നുകൂടി അമർത്തി വെച്ച് ഞാൻ ഒന്നുകൂടി മൂടി വെക്കുകയാണ്. നല്ല രസമല്ലേ കാണാൻ തന്നെ, മഞ്ഞപ്പൊടി ഇട്ടിട്ട്. ഇതിൻ്റെ മേലുള്ള വെള്ളമൊക്കെ വറ്റി വന്ന് കിട്ടും. നല്ല കനുള്ള ടിന്നെടുത്തിങ്ങാനും മൂടിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താണ്. അടുങ്ങിക്കെടുത്ത് ഇങ്ങനെ ആവിയിൽ നിന്ന് അങ്ങ് വേഗമല്ലോ. കനുള്ള എന്തെങ്കിലും മുകളിൽ എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ആവി തിരെ പുറത്ത് പോകില്ല കേട്ടോ. അല്ല അടുങ്ങിക്കെടുത്താണ് വെന്തിട്ടു. അങ്ങനെ നമ്മൾ കറിക്കുള്ള ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി വാട്ടിയെടുക്കുകയാണ്. ബീഫ് വെന്തിക്കുന്നിട്ടോ. ഇനി ബീഫ് ഇതിലിട്ടിട്ട് ബാക്കിയുള്ള കഷ്ണം കൂടി ഇട്ടിട്ടാണ് വേവിച്ചെടുക്കാൻ. നമ്മളെ ചോറ് ഇതാൾക്ക് പിന്നെ നോക്കാം കേട്ടോ. ചോറിപ്പം പാകത്തിന് വേവിക്കുന്നത്, വെള്ളമൊക്കെ നല്ലോണം വറ്റിക്കുക. നല്ല പിറുപിറുന്നുള്ള ചോറാട്ടോ. വിചാരിക്കി ഉണ്ടാവില്ല ഞാൻ എൻ്റെ തണുപ്പ് പറഞ്ഞ് ചോറ് തമ്മിൽ ഒട്ടാണ്ടേ വേറിട്ട് ഇങ്ങനെ കിട്ടില്ലേ മണിയായിട്ട്. അതിനാട്ടോ അങ്ങനെ പറഞ്ഞ് ഞാൻ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോരോ ഭാഷകൾ ഉണ്ടാവില്ലല്ലോ ഓരോ നാട്ടിലേക്കും പറയാൻ. എൻ്റെ നാട്ടിലത്തെ ഭാഷകൾ മനസ്സിലായില്ലെങ്കിലോ വിചാരിച്ചിട്ടാട്ടോ ഞാൻ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ്. ഞാൻ ചെമ്പ് നിറച്ചും ചോറായിരിക്കുന്നു മക്കളെ. നമ്മൾ നെയ്ച്ചോറൊന്നും വെക്കുമ്പോഴല്ല, പിന്നെ മൂടേരി കൊണ്ട് ചോറ് വെക്കുമ്പോൾ കേട്ടോ നല്ലോണം വറ്റുണ്ടാവുമല്ലോ. അങ്ങനെ നമ്മളതിന് സുർക്കച്ചമ്മന്തി ഉണ്ടാക്കുകയാണ്. അതിന് തേങ്ങ ഇതാക്കുന്ന അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചി, പിന്നെ കുറച്ച് സുർക്ക ഒഴിക്കുക, അല്ലെങ്കിൽ ചെറുനാരങ്ങനെ നീരായാലും മതി കേട്ടോ. പിന്നെ ഉപ്പ് ഇട്ടിങ്ങാൻ അരച്ചെടുക്കുക കേട്ടോ. സാധാരണ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ തന്നെ. പിന്നെ സുർക്കയും പിന്നെ ലേസം വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുക, ടൈറ്റ് ഇല്ലാണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. ഈ മഞ്ഞച്ചോറിന് കൂട്ടാൻ ഈ നെയ്ച്ചോറിനും ബിരിയാണിക്കും ഒക്കെ ബെറ്ററാണ്. നല്ല ടേസ്റ്റ്. ഞങ്ങൾ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി വെക്കാനുണ്ട് ഇങ്ങനത്തെ ചമ്മന്തി. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണ്ട് പരിപാടിയും പിന്നെ നബിദിനമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ മഞ്ഞച്ചോറാട്ടോ ഉണ്ടാകുക. പള്ളിയിലും മദ്രസിലൊക്കെ പരിപാടി ഉണ്ടാവില്ലേ, എന്നാൽ ഈ മഞ്ഞച്ചോറ് ഉണ്ടാകുക. അപ്പോൾ എല്ലാവർക്കും മക്കൾക്കും കിട്ടണം സുർക്ക ചമ്മന്തി. ആദ്യം ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ട് ആ ചോറ് വാങ്ങാൻ പോകുക. എന്നിട്ട് ആ ചോറ് തിന്ന് കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ് ഈ മഞ്ഞച്ചോറിനും കൂട്ടി ചമ്മന്തി കഴിച്ച്. അങ്ങനെ നമ്മൾ ചോറിന് കൂട്ടാനുള്ള കറിയും റെഡി ആക്കിയത്. ഞാൻ പറഞ്ഞ ബീഫ് വേവിച്ചിന്, പിന്നെ ഉള്ളിയൊക്കെ ഇട്ട് വാട്ടിയെടുത്ത്, പിന്നെ അതിലേക്ക് നമ്മളെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത്, ബീഫ് ഇട്ട് കൊടുത്ത്, പിന്നെ തേങ്ങ അരച്ച് ഒഴിച്ചതാട്ടോ. പിന്നെ ഒന്ന് ചെറിയുള്ളിയും ചെറിയുള്ളിയല്ല വലിയുള്ളി തന്നെ കേട്ടോ കട്ട് ചെയ്തിട്ട്. ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് വലിയുള്ളിയും കറിവേപ്പിലയും കൂടി കട്ട് ചെയ്ത് ഇങ്ങനെ വറവ് ചെയ്തെടുക്കുകയും ചെയ്തതാണ്. അടിപൊളി സാധനം കേട്ടോ മക്കൾ ഉണ്ടാക്കി വെക്കാണ്ട്. ബീഫ് കറി പിന്നെ നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഉണ്ടാക്കിയാൽ മതി. ദിവസം കൂർക്കലും ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെയൊക്കെ ഇട്ട് ഞാൻ കറി വെച്ചിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി ബീഫ് പറ്റാത്തവർക്ക് ചിക്കനോണ്ടും വെക്കട്ടോ. നമ്മൾ അണ്ണാച്ചിക്കോയി എന്നറിയില്ല, അക്കോയിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നിൽക്കുന്ന പപ്പടവും പൊരിച്ചിരിക്കുന്നു കേട്ടോ.
ഈ മഞ്ഞച്ചോറിന് പപ്പടവും ചമ്മന്തിയും ഇനി അച്ചാറിൻ്റെ അച്ചാറോ തൈരിൻ്റെ തൈരോ ഈ ഇറച്ചിക്കറിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറും കറിയൊക്കെ ആയപ്പോൾ നമ്മൾ ചൂടോടൊക്കെ തന്നെ കഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായി. ഇങ്ങനെയൊക്കെ വെക്കാത്തലൊക്കെ ഒന്ന് വെച്ച് വെക്കാം കേട്ടോ. ബീഫ് കറിയൊക്കെ ഞാൻ പറഞ്ഞതിൽ ദിവസം കായും പൂളയും പിന്നെ കൂർക്കൽ അതിൽ അതൊന്നും ഇല്ലെങ്കിൽ ദിവസം ബീഫും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കറി ഉണ്ടാക്കിയാൽ മതി. ഇങ്ങനത്തെ ചോറും കറിയൊക്കെ ഉണ്ടാക്കാത്തലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കാമല്ലോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. മക്കളെ ഞാൻ കുറേ ആയില്ല ഞങ്ങൾ ഫ്രഷ് മീൻ കാണിച്ചു തന്നിട്ട് ഇന്ന് ഇതാക്കുന്നിട്ടോ. 12 കിലോ മീനുണ്ട്. ഒരു കവറിലത്തെ കഴിച്ചിട്ടിരിക്കുന്നത്, രണ്ടാമത്തെ കവറിലത്ത് കഴിച്ചിട്ടാണ് കേട്ടോ. ഇത് തിണ്ടൻ്റെ മക്കളാണ്, വലിയതായില്ല മക്കളാണ്. ഇനിയും ഉണ്ട് കേട്ടോ കഴിച്ചിട്ടാണ്. പിന്നെ വേറെന്തോ കോര അങ്ങനത്തെ എന്തോ കുറച്ചുകൂടി ഉണ്ട്. ഇങ്ങനെ ഇതെല്ലാം കൂടി കഴിച്ചിട്ട് ഇങ്ങനെ നമ്മൾ മുറിച്ചിങ്ങാനും ഫ്രീസറിൽ വെക്കണം. വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചാൽ നല്ലതെന്നൊക്കെ പറയുന്നൊക്കെയില്ലേ. അതുകൊണ്ട് ഏതായാലും കഴിച്ചിട്ടാണ്. ഇപ്പം ഞാനെടുത്ത് ഇങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാണ്ട് കുറച്ച് നേരത്തെ മുറിക്കും. അതിൽ കണ്ടോ നല്ല പാങ്ങുള്ള 3 മൊഞ്ചത്തിമാരുണ്ട് കേട്ടോ. മോൻ കൊണ്ടുവരുമ്പോൾ തന്നെ പറഞ്ഞ് കിട്ടും. അതിൽ നല്ല പാങ്ങുള്ള മീനൊക്കെ ഉണ്ട്. അത് വേറൊരു കവറിലാണ്. പിന്നെ മക്കളെ കണ്ടിട്ടാണെങ്കിൽ ഇപ്പോൾ ആൾക്ക് കുത്തിരിക്കുകയില്ലല്ലോ. ഓൾക്ക് അതിനൊന്ന് തൊട്ട് വെക്കണോ, എടുത്ത് വെക്കണം, പിടിച്ച് വെക്കണം, തൊള്ള ഒത്തിച്ച് വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കാം അതിൽ എത്ര ഉണ്ട് നോക്കും. തരം 3 എണ്ണാട്ടുള്ളത്. അങ്ങനെ വെറൈറ്റി മീൻ ഇങ്ങനെ റിഫുമോനും തന്നെ വാവയായിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. തൊള്ളയൊക്കെ തുറത്തിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ചോദിക്കാം മരുന്ന് ഞാൻ കൊടുക്കുകയാണോ മനങ്ങി എന്താക്കാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. റിഫുമോൻ ആ തൂക്കി പിടിക്കുന്നുണ്ട്. അവർക്ക് ആ കണ്ടു നോക്കുന്ന എന്തോ ഒരു സന്തോഷം തോന്നും. അങ്ങനത്തെ മീനൊന്നും അവർ കാണലില്ലല്ലോ. നമ്മളെ വീടിൻ്റെ അടുത്ത് കൊണ്ടുപോകണ മീനൊക്കെ വാങ്ങുക, അല്ലെ അങ്ങാടിയിൽ പോയിട്ട് വാങ്ങുക. അത് മത്തിയോ അയിലോ വേറെ എന്തെങ്കിലുമൊക്കെ കാണലുണ്ടാകുക. അതിൽ കുറച്ച് മീനെടുത്തിങ്ങനെ ഞങ്ങൾ മുറിച്ച് ഞാൻ മസാല ഒക്കെ പുരട്ടി പൊരിക്കുകയാണ് കേട്ടോ. നല്ലോണം മസാല ഒക്കെ പുരട്ടിക്ക് നല്ല ഫ്രഷ് മീനാണ്. എന്നെക്കൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും. നമുക്ക് നാട്ടിൽ നിന്നൊക്കെ മീൻ കിട്ടുമ്പോൾ എത്രയോ ദിവസത്തെ മീനൊക്കെ പാക്കുള്ള മീനൊക്കെ അല്ലേ കിട്ടുക. ഇങ്ങനെ ഫ്രഷൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റോടെ നമുക്ക് കഴിക്കുകയും ചെയ്യുക. അങ്ങനത്തെ പൊരിച്ച് കിട്ടുമോ. ബാക്കിയുള്ളതൊക്കെ പൊരിച്ച് ചൂടോടൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. അതൊക്കെ ആട്ടോ ഇന്നലത്തെ വീഡിയോ. ഇന്നലെ പിന്നെ വൈകുന്നേരവും രാത്രി ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. ഇന്ന് രാവിലെയും വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ഞാനൊരു കുക്കറപ്പം ചുടട്ടേന്ന് വിചാരിച്ച്. മെനിയാന്ന് അപ്പം ചുട്ടപ്പം തീരെ നന്നായില്ലല്ലോ. ആരെടുത്ത് പോകുന്നില്ലല്ലോ. കുക്കറപ്പം ചുടുമ്പോൾ നല്ലോണം ആരെടുത്തില്ലെങ്കിൽ നല്ല ഉള്ളൊക്കെ വന്ന് നല്ല ടേസ്റ്റും ഉണ്ടായി കേട്ടോ. അങ്ങനെ ഏതായാലും ഇനി നന്നാകുമോ നോക്കട്ടേക്ക് ഇനി ഒരു പൂതിയാണ്. കുക്കറപ്പം അങ്ങനെ കേടുന്നാൽ ശരിയാവില്ല. നമ്മൾ എടുക്കും തലക്കും ഇങ്ങനെ ചുടുന്നതല്ലേ. എന്ത് പറ്റിയൊന്നും അറിയണമല്ലോ എന്ന് വെച്ചാൽ പിന്നെ രണ്ടാമതൊന്നും ചുടുകയാണ്. അങ്ങനെ ചുട്ടൊന്നും ഞങ്ങൾ കാണിച്ചു തന്നില്ല കേട്ടോ. ആർക്കും ഇതൊന്നും കാണിച്ചില്ല. ചെറിയൊരു കുക്കറിലും പാർന്ന് ബാക്കിയുള്ളത് ഞാൻ വെള്ളപ്പച്ചട്ടിയിലും പാർന്നതാണ് കേട്ടോ. ഞാന്ന് പാർന്ന ഒരു കുക്കറിലെത്തി തോന മാവായി പോയിട്ടാണ്. അതുകൊണ്ടാണ് ഇത് ആരെടുത്ത് പൊങ്ങി വരാണ്ടിന്ന്. ദിവസം കട്ടി പാർന്നു പോയല്ലോ. ഇന്ന് ഞാൻ കട്ടി കുറച്ച് പാർന്ന് 2 എണ്ണത്തിലാക്കിയതാണ്. അതിനെക്കൊണ്ട് നല്ലോണം ആരെടുക്കുകയും പൊങ്ങി വരികയും വേകുകയൊക്കെ ചെയ്ത് കേട്ടോ. ഇങ്ങനെ അപ്പം ചുട്ടപ്പോൾ റിഫുമോന് ജനുവാവിയൊക്കെ വന്ന് അപ്പം വേണമെന്ന് പറഞ്ഞവർക്ക് ചെറിയ ചട്ടിയുള്ളത് മതിയല്ലോ. അങ്ങനെ അത് മുറിച്ച് ഇങ്ങനെ അവൾക്ക് കൊടുക്കുകയാണ്. റിഫുമോനാട്ടോ വീഡിയോ എടുത്തിരുന്ന് ഞാൻ അപ്പം കട്ട് ചെയ്യുമ്പോഴൊക്കെ അവൾക്ക് കുക്കറിലുള്ളത് വേണ്ട ചട്ടിയിലുള്ളത് മതി എന്ന് പറഞ്ഞു. ഇതിനാണ് ടേസ്റ്റ് ഉള്ളത് വെച്ച്. ഇത് അടിയിൽ ലേസൊന്ന് ഞെരിഞ്ഞോണൊക്കെ ആകുകയും ചെയ്തിരിക്കുന്നത്. മറ്റേ നമ്മൾ ആവിയൊക്കെ നല്ലോണം ഇതാകുമല്ലോ. ഒരു കുക്കറിൽ ചുടുന്ന അപ്പത്തിനും ഇങ്ങനെ ചുടുന്ന അപ്പത്തിനും എഴുതാട്ടോ ടേസ്റ്റ് ഉണ്ടാകുക. നമ്മൾ പണ്ടൊക്കെ കലത്തപ്പം ചുടലുണ്ടായിരുന്നു നമ്മളമ്മമാരൊക്കെ മണ്ണും ചട്ടിയിൽ. അതിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകുകഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഒരു ടേസ്റ്റാണ് ഈ വെള്ളപ്പച്ചട്ടിയിലൊക്കെ നമ്മൾ അപ്പം ചുട്ടിക്കുകയാണെങ്കിൽ. കുക്കറിൽ ചുടുന്നേക്കാണ് അല്ല ഇരുമ്പിൻ്റെ ചട്ടിയിലും ചുടട്ടോ. അങ്ങനെ മോൻ പറയുന്നവർക്ക് വെള്ളപ്പച്ചട്ടിയിലത്ത് വൈകുന്നേരം മുറിച്ച് കൊടുക്കുകയാണ്. ഓല് പിന്നെയും ആകെ എന്നാട്ടോ തിന്ന്. പിന്നെ കുക്കറിലത്ത് മുറിച്ചങ്ങനെ ഞങ്ങളും ചായക്ക് കൂട്ടുകയാണ്. കട്ടൻ ചായ മധുരടാണ്ട് കട്ടൻ ചായയും പറഞ്ഞ് അപ്പവും കൂട്ടി ഞാൻ കുടിച്ചിട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ നല്ലോണം ആരെടുത്ത് കിട്ടോ. ഇത് മുറിച്ചാലാണ് എനിക്കൊരു സമാധാനമായത്. മെനിയാത്ത മുറിച്ചപ്പോൾ ഒരു വിഷമമായിരുന്നു. അപ്പം അങ്ങനെ ആയിപ്പോയല്ലോ. ഞങ്ങളെ നാട്ടിലൊക്കെ ഈന്ത് നല്ല സാധനം ഉണ്ടോ. ഈന്തോൽപ്പട്ട ഈന്തെന്നൊക്കെ പറയുന്നുണ്ട്. ഈന്ത് നല്ല സാധനം നമുക്ക് തിന്നാൻ പറ്റിയ സാധനം. ആ പൊടിച്ചെങ്ങാനും പിടിയാക്കി വെള്ളത്തിലിട്ട് പതിപ്പിച്ച് ഊറ്റി വേവിച്ചെടുത്തിങ്ങാൻ പിന്നെ കറിയൊക്കെ വെക്കുന്ന സാധനം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ പൊടി നല്ലോണം പിടിയാക്കി എടുക്കുകയാണ്. എൻ്റെ നാത്തൂനും അനിയത്തിയും കൂടിയാണ് കേട്ടോ പിടിയാക്കുന്നത്. എനിക്ക് ഒരു നാത്തൂനാണല്ലോ, ഒരു അനിയത്തി ഒരു ഏട്ടത്തിയാണ്. ഓലിതാ പിടിയാക്കുകയാണ്. ഇത് കുറേ സമയം എടുക്കും കേട്ടോ. പിടിയാക്കി എടുക്കാനൊക്കെ തോനാൾ കൂടി ചെയ്താൽ വേഗം തീരുകയും ചെയ്യും. ഇതൊക്കെ നല്ലോണം നമുക്ക് മിസ്സാക്കി കിട്ടും. എന്നാലും നമ്മൾ നാട്ടിലില്ലാത്തതിനെ കൊണ്ട് ഓൽക്കും എന്നെ മിസ് ചെയ്തിരിക്കുന്നത്. ഓലിങ്ങനെ പറയുന്നുണ്ട്. വാച്ചിനെയും മെസ്സിയൊക്കെ വിളിച്ചപ്പോൾ അങ്ങനെ ഒരു വിഷമം പറയുന്നുണ്ട് കേട്ടോ. കാണാം മക്കളെ നമ്മളെ വിശേഷങ്ങൾ. എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.